ഗോപിയുടെ ഈ കണ്ണുകളാണ് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയുന്നത്. മിനിക്ക് എന്നോട് ദേഷ്യമായിരിക്കും. എന്തിന്? ഞാൻ തെറ്റുകാരനല്ല. ഐ ആം ഹെൽപ്ലെസ്. ദയവേദി കുഞ്ഞിനെ നശിപ്പിക്കരുത്. നശിപ്പിക്കരുത്. വിടുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? മിനിയെ നോക്കാനും പഠിപ്പിക്കാനും ആണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതെ, എന്നെ ഒഴിവാക്കണം. കാരണം ആ കുഞ്ഞ് വഴിതെറ്റി പോകുമെന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിട്ട് എന്തുണ്ടായി? ക്ഷമിക്കണം, കൂടുതൽ ഞാൻ പറയുന്നില്ല. പ്രായമുള്ളവരുടെ വാക്കും പ്രവൃത്തികളും കണ്ടാണ് കുട്ടികൾ വളരുന്നത്. എന്നെ ഉപദേശിച്ച് നന്നാക്കി കളയാനാണ് ഭാവമെങ്കിൽ അത് വേണ്ട. ആയക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകാം. എന്താ ഇത്ര ദേഷ്യം? ആയ എന്നെ ഗുണദോഷിക്കാൻ വന്നു. ഞാൻ അവരെ പിരിച്ചുവിട്ടു. അതൊക്കെ ആരെങ്കിലും കേൾക്കും. എനിക്കറിയാം പേടിക്ക്. ഗോപി, ആയ പറയുന്നതിലും കാര്യമുണ്ട്. മിനി വളർന്നു വരുന്നു. അവളുടെ പ്രായത്തെക്കാൾ കൂടുതൽ അവൾ വളർന്നു എന്ന് തോന്നുന്നു. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അവൾക്ക് കാര്യങ്ങൾ അറിയാമെന്നും തോന്നുന്നു. നമ്മൾ നമ്മുടെ പെരുമാറ്റം വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ചും മിനി വീട്ടിലുള്ളപ്പോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒളിച്ചുകളിൽ മതിയാക്കി നമുക്ക് കാര്യങ്ങൾ നേരെ പോകുന്നാക്കിയാൽ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം ഒന്ന് നടത്തിയാലോ? നീ എന്നെ കളിയാക്കാണോ? കളിയല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിന്റെ ഭാര്യയാകാനോ? അതിനെന്താ ഇത്ര അത്ഭുതം? ആളുകൾ ചിരിക്കും. ആളുകൾ ഇപ്പൊ ചിരിക്കുന്നുള്ളതാണോ വിചാരം? അത് വേറെ. അതുപോലെ അല്ല നീ പറഞ്ഞ കല്യാണം. നീ പൊയ്ക്കോളൂ. നിന്റെ ഈ മണ്ടൻ തലയിൽ ഇത്തരം ഭ്രാന്തൊന്നും കൊണ്ട് നടക്കണ്ട. എന്താ മോളെ? ആയ എവിടെ? ആയ പോയി മോളെ. എങ്ങോട്ട്? ആയ ഇനി വരില്ല. എന്തിനാ പോയത്? കൊച്ചമ്മ പറഞ്ഞു വിട്ടതാ. എനിക്കറിയാം അമ്മ അത് ചെയ്യുമെന്ന്. മമ്മി, 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 ആയ എവിടെ? നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആയ എവിടെ? ആയ പോയി. അല്ല, പറഞ്ഞു വിട്ടു. അതിന് നിനക്കെന്താ? അമ്മയുടെ തോന്നിയവാസത്തിന് കൂട്ടുനിന്നില്ലായിരിക്കും. നാവ് കുറെ കൂടുന്നു. ഞാൻ സഹിച്ചു. ഞാൻ ആരെയെല്ലാം സ്നേഹിച്ചുവോ അവരെല്ലാം മമ്മി എന്നിൽ നിന്നും അകറ്റി. അച്ഛനെ പുറത്താക്കി. അച്ഛൻ എന്നെ വന്ന് കാണാൻ പോലും അമ്മ അച്ഛനെ അനുവദിച്ചില്ല. എടീ, ഇതാ ഇപ്പൊ പാവപ്പെട്ടായി. എനിക്കൊരാളെ സ്നേഹിക്കാൻ പാടില്ലേ? അമ്മയുടെ മുലപ്പാലിന്റെ സ്വാധീനം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താടി പറഞ്ഞത്? ഇല്ല, ഇതിന് ഞാൻ പകരം വീട്ടും. ഓടി അവിടുന്ന്. നിന്റെ ഒരു പകരം വീട്ടില് എന്താടി നോക്കി നിൽക്കുന്നത്? പോകാനല്ലേ പറഞ്ഞത്?
നിൽക്ക്, ഞാനൊന്ന് കണ്ടോട്ടെ. എന്താ ഇത്ര കാണാൻ പുതിയതായി? അല്ല, നിന്റെ അമ്മ പറഞ്ഞു നീ അങ്ങ് വളർന്നു പോയെന്ന്. കണ്ടിട്ട് എന്തു തോന്നുന്നു? നിന്റെ അമ്മ പറഞ്ഞ ശരി തന്നെ. എന്നെ ഇത്രയും നാൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഈ നിസ്സാര കാര്യം മനസ്സിലാക്കാൻ മമ്മി പറഞ്ഞു തന്നാലേ പറ്റൂ, അല്ലേ? ശരിയാ, കുറ്റം എന്റേത് തന്നെ. പക്ഷെ ഗോപിക്ക് തെറ്റ് ഒരിക്കലേ പറ്റൂ, ഇനിയും പറ്റില്ല. അപ്പോൾ കണ്ടു ബോധ്യപ്പെട്ടില്ലേ? ഇനി പ്ലീസ് ഗോ ഔട്ട്. No, I'll stay. Then I'll go. No. ഈ കവളത്തോട് സ്വീറ്റ് ലിറ്റിൽ ബേർഡ്. അമ്മ കുറ്റക്കാരിയല്ല, ഞാനാണ് ചെയ്തത്. അമ്മ കുറ്റക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്താ അത് എടുത്തു പറഞ്ഞത്? അത് അത് അതെ അച്ഛാ, അത് ഞാനാണ് ചെയ്തത്. വിസിറ്റിംഗ് സമയം കഴിഞ്ഞു, കുട്ടി പോയിക്കോളൂ. അച്ഛന്റെ ഭാര്യ എങ്ങനെയാ? അച്ഛനെ നല്ലപോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ? എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. കേശവനോ? അത് സാരമില്ല. കേശവ, കേശവ. രതിക്കുഞ്ഞ് വിളിച്ചു എന്നൊരു തോന്നല്. തോന്നലല്ല, വിളിച്ചു. കേശവ. അതെ, ഞാൻ കേശവൻ തന്നെ. മിനി ഇതുവരെ വന്നിട്ടില്ല. കേശവനും അത് തോന്നാതിരുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞ് 2 മണിക്കൂറായി. 2 മണിക്കൂറോ? ദാ വരുന്നല്ലോ കുഞ്ഞ്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഒന്നും ഒളിക്കാനില്ല, സത്യം പറഞ്ഞു. സ്കൂളിൽ നിന്ന് പോന്നിട്ട് എവിടെയായിരുന്നു എന്നാ ചോദിച്ചത്. വീട്ടിലേക്ക് പോന്നു. കള്ളം, പച്ചക്കള്ളം. സത്യം പറയടി. നീ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ആര് വാങ്ങി തന്നതാണ്? ഗോപിയേട്ടൻ. നിന്റെ ഒരു ഗോപിയേട്ടൻ അവൻ വാങ്ങിത്തരുന്ന ഉടുപ്പ് നീ ഇടുന്നില്ലേടി? എന്റെ അച്ഛനടുത്തുണ്ടായിരുന്നെങ്കിൽ മമ്മി എന്നെ ഇങ്ങനെ തല്ലില്ലായിരുന്നു. കുട്ടി ഭയപ്പെടണ്ട, കുട്ടിയെ രക്ഷിക്കാനല്ലേ അച്ഛൻ വന്നിരിക്കുന്നത്. മറ്റന്നാൾ കേസ് വിചാരണയാണ്. ഈ ഭീഷണിക്കത്തിൽ പറയുന്നത് പോലെ ഗോപിക്ക് എഴുതിയെന്ന് പറയുന്ന ഈ എഴുത്ത് കോർട്ടിൽ വന്നാൽ ആകെ കുഴങ്ങും. അതിനിപ്പോ എന്താണൊരു വഴി? അവരെ ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുത്ത് ആ എഴുത്ത് വാങ്ങാൻ പറയാനും വയ്യ, പോലീസിൽ അറിയിക്കാനും വയ്യ. അതാണ് എന്റെ ധർമ്മസങ്കടം. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെന്താ മാർഗം?
വേണ്ടാത്ത തോന്നിവാസങ്ങളെല്ലാം കാണിക്കുമ്പം ഓർക്കണം. ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഈ കത്തെഴുതിയ ആള് അങ്ങ് മരിച്ചുപോയാലോ? എന്താണ് നിന്റെ ഉദ്ദേശം? ഒന്നുമില്ല. പറയൂ. ഞാൻ പോരുമ്പോ മുരളിയായിരുന്നല്ലോ രതിയുടെ എല്ലാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? താലി കിട്ടി രാജനെ ആട്ടിപ്പുറത്താക്കിയ രതിക്ക് എന്നെ പറഞ്ഞുവിടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. മുമ്പൊരിക്കൽ ഞാൻ രതിയോട് പറഞ്ഞു പറഞ്ഞാണ്, രതിക്ക് രതിയെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുമെന്ന്. രതി എന്നോട് കാണിച്ച സ്നേഹം വെറുതെയായിരുന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനോട് രതിക്ക് സ്നേഹമില്ല. ആ പാവം ഭർത്താവിനെ വഞ്ചിക്കാൻ കൂട്ടുന്നതിൽ ഞാനൊന്ന് ദുഃഖിക്കുകയാണ്. ഗോപിയോടും വേണുവിനോടും രതി കാണിച്ച സ്നേഹം കാരണമാണെന്ന് എനിക്കറിയാം. രതി ഒരു ഞരമ്പ് രോഗിയാണ്. കാലം കഴിയുന്തോറും രതിയുടെ ഭ്രാന്ത് കൂടുകയാണ്. മതി. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ഇത് മാത്രമല്ല, ഇനി ഒന്നുകൂടി പറയാനുണ്ട്. Now you are an old woman. ഞാൻ വിചാരിച്ചാൽ എത്രയോ നല്ല ചെറുപ്പക്കാരികളായ കലാകാരികളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. I will show you. രതി എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോന്നു. എനിക്ക് വന്നൊരു കത്തായത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആരെയെങ്കിലും മുരളിക്ക് സംശയമുണ്ടോ? ഗോപിയുടെ ബന്ധത്തിൽ ഒരു റൗഡിയുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. ഗോപിക്ക് എഴുതിയ എഴുത്തുകൾ അയാൾ കൈക്കലാക്കിയിരിക്കുന്നു. ഫോൺ ചെയ്ത് അറിയിക്കേണ്ട 2 പാർട്ടിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മുൻകരുതലുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ആർക്കും നമ്മെ പറ്റിക്കാൻ സാധിക്കില്ല. ഓക്കെ. അയാളെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ അയാൾ എന്നെക്കാളും സമർത്ഥനായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞ തുക കൊടുത്ത് ആ എഴുത്തുകളെല്ലാം വാങ്ങേണ്ടി വന്നു. എല്ലാ എഴുത്തുകളും അയാൾ എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ എല്ലാ എഴുത്തുകളും അയാൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു.